രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബി.ജെ.പിയിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് ചൂടൻ ചർച്ച. കുറച്ചു കാലമായിട്ടും കാര്യമായ ചലനങ്ങളില്ലാതെ മങ്ങിയ വെളിച്ചത്തിലായിരുന്ന കേരള ബി.ജെ.പി ഘടകത്തിൽ ഇപ്പോൾ ഒരു കൂട്ട അരിഞ്ഞു വീഴ്ത്തൽ നടന്നെന്നാണ് പൊതുവായ സംസാരം. പാർട്ടിക്കുള്ളിലെ വലിയൊരു ശക്തിയായിരുന്ന വി മുരളീധരന്റെ പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തിക്കൊണ്ട് ഒരു പുതിയ ഭാരവാഹിക പട്ടിക അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ വെട്ടിനിരത്തലിന്റെ പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വമാണ്. അവർ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉറച്ചു നിന്നത്രേ. കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ കിട്ടിയതോടെ രാജീവ് ചന്ദ്രശേഖർ ഒറ്റയടിക്ക് മുരളീധര പക്ഷത്തെ അരിഞ്ഞു വീഴ്ത്തി. ബി.ജെ.പിയിൽ അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിമാർക്കുള്ളത്. എന്നാൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഒന്നുപോലും മുരളീധര പക്ഷത്തിന് കിട്ടിയില്ല. സന്തോഷ വാർത്ത എന്താണെന്നല്ലേ? പാർട്ടിയിൽ എന്നും ഒതുക്കപ്പെട്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തി. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. മുരളീധര പക്ഷത്തിന് ഇത് ശരിക്കും ഒരു കനത്ത പ്രഹരം തന്നെ ആയിരിക്കും. ഇനി കൃഷ്ണദാസ് പക്ഷത്തിന്റെ കാര്യമോ? അവർക്ക് കിട്ടിയത് ഒരു ചെറിയ നേട്ടമാണ്. എം.ടി. രമേശിനെ ജനറൽ സെക്രട്ടറിമാരിൽ ഉൾപ്പെടുത്തിയതിലൂടെ കൃഷ്ണദാസ് പക്ഷം ഒരുവിധം രക്ഷപ്പെട്ടു. മുരളി പക്ഷത്തിനൊപ്പം ഉറച്ചുനിന്ന പി. സുധീർ, സി. കൃഷ്ണകുമാർ തുടങ്ങിയവരെ പാർട്ടി ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒതുക്കിയത് കണ്ടാൽ ചിരി വരും. പ്രമോഷൻ ആണോ അതോ ചെറിയൊരു ഒതുക്കലാണോ എന്ന് അവർക്കേ പറയാൻ പറ്റൂ. സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ പുതിയ ഭാരവാഹി പട്ടികയിലും വ്യക്തമായി കാണാം. ഓർത്തഡോക്സ് മാർത്തോമാ സഭകൾക്ക് വലിയ പ്രാധാന്യമുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അനൂപ് ആന്റണിയെ മുതിർന്ന നേതാക്കൾക്കൊപ്പം ജനറൽ സെക്രട്ടറി ആക്കിയത് ഈ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായാണ്. സകലരെയും ഉൾക്കൊള്ളുന്നുവെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ. സുരേന്ദ്രന് പാർലമെന്ററി രംഗത്ത് ഒരു പദവി നൽകാനാണ് ഇപ്പോൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് സുരേന്ദ്രന് ഒരു രാജ്യസഭാ അംഗത്വം നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അദ്ദേഹത്തിന് ഇനിയും നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവസരമുള്ളത് കൊണ്ട് തന്നെ ഗവർണർ പദവി നൽകാൻ സാധ്യതയില്ലത്രേ. എന്തായാലും സുരേന്ദ്രൻ ഡൽഹിക്ക് പറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഒരു ഡൽഹി യാത്രയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മുടെ വി മുരളീധരന്റെ കാര്യമോ? അദ്ദേഹത്തിന് എന്തെങ്കിലും പദവി നൽകുന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുരളീധരൻ ശരിക്കും നിലച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പക്ഷത്തിന് സംഭവിച്ച ഈ വെട്ടിനിരത്തലിൽ മുരളീപക്ഷം കടുത്ത അമർഷത്തിലാണ്. വി മുരളീധരനും കെ. സുരേന്ദ്രനും സംസ്ഥാനത്ത് കാര്യമായ ചുമതലകൾ ഇല്ലാത്തത് അവരോടൊപ്പം നിന്ന നേതാക്കളെയും നന്നായി നിരാശപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പണ്ടേ വേണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. പുതിയ പുനഃസംഘടനയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ അടിയൊഴുക്കുകൾ എങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയണം. പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവരാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. മുൻപ് മുരളി പക്ഷത്തിനൊപ്പം നിന്നിരുന്ന എസ്. സുരേഷ് പോലും ക്യാമ്പ് മാറി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേർന്നത് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടി അധ്യക്ഷനൊപ്പം എം.ടി. രമേശും സുരേഷുമായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഈ അടിമുടി മാറ്റങ്ങൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. അടിയൊഴുക്കുകൾ എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെ പറയും.